സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? എ ബസ് സ്റ്റാർട്ട് ഫ്രം സി ആൻഡ് റീച്ചസ് ഡി ഇൻ 7 സെക്കൻഡ്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു, സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിലെത്തിയപ്പോൾ എത്ര സെക്കൻഡും കൊണ്ട്? 7 സെക്കൻഡ് കൊണ്ട്, 7 സെക്കൻഡും കൊണ്ട് എത്തി. ഇഫ് ദ യൂണിഫോം സ്പീഡ് ഓഫ് ദ ബസ് ഇസ് 50 മീറ്റർ പെർ സെക്കൻഡ്. ബസ്സിന്റെ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഡി. സി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഒന്ന് ടൈം അറിയാം അല്ലേ? ടൈം ടേക്കൺ ടു ട്രാവൽ. എത്ര സമയം എടുത്തു എന്നറിയാം. ടൈം ടേക്കൺ ടു ട്രാവൽ എത്രയാണ്? 7 സെക്കൻഡ് അല്ലേ? സ്പീഡ് ഓഫ് ദി ബസ്, ബസ്സിന്റെ സ്പീഡും അറിയാം. സ്പീഡ് ഓഫ് ദ ബസ് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്. ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് എത്രയാണ്? അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുക? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം അതെത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 7 സെക്കൻഡ് അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 350 മീറ്റർ. 350 മീറ്റർ ആണ് എന്ത് ചെയ്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്. ബസ് ട്രാവൽ ചെയ്ത് ദൂരം, അതായത് സി മുതൽ ഡി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 350 മീറ്റർ ആണ്. 350 മീറ്റർ. ഇതാണ് രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ തണ്ടർ ഫ്രം 12,000 മീറ്റർ എവേ? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? 12,000 മീറ്റർ ദൂരത്തുള്ള തണ്ടർ, ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ തണ്ടർ ഫ്രം 12,000 മീറ്റർ അവേ? 12,000 മീറ്റർ അകലുള്ള ഇടിമുഴക്കം കേൾക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? 12,000 മീറ്റർ ഉണ്ട്. 12,000 മീറ്റർ അകലെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്താ എഴുതുക? മൂന്നാമത്തെ ക്വസ്റ്റിന് ഉത്തരം ഡിസ്റ്റൻസ് എഴുതുക. ഡിസ്റ്റൻസ് ഇസ് ഇക്വൽ ടു എത്രയാണ്? 12,000 മീറ്റർ അല്ലേ? പിന്നെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എത്ര എടുക്കും എന്നാണ് ചോദിച്ചത്. ടൈം ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയാണ്? 12,000 മീറ്റർ ഡിവൈഡ് ബൈ 340 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മീറ്ററും വെട്ടിപ്പോയി അല്ലേ? 1200/34 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 35.29 സെക്കൻഡ് കിട്ടും. അതായത് അത്രയും ടൈമാണ് അത് കേൾക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ 12,000 മീറ്റർ അകലെയുള്ള ഇടിമുഴക്കത്തിൻ്റെ സൗണ്ട്, തണ്ടൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ 35.29 സെക്കൻഡ് ടൈം വേണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പസിൽ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്? ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ഇതിൽ തന്നിട്ടുണ്ട്, ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലേ? ഫോഴ്സ് സഹായിക്കുന്നു. അപ്പം ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയും, ഫോഴ്സ് മൂലം കഴിയും. അപ്പോൾ അതുപോലെ ഉള്ള ഫോഴ്സിന്റെ പോയിന്റ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ്. പിന്നെയോ ക്യാൻ മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലേ? ക്യാൻ മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അതാണ് ഒരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യിക്കാൻ ഫോഴ്സും കൊണ്ട് സാധിക്കും. സ്പീഡ് ഓഫ് എ
മൂവിങ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ബോഡി. മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ് കൊണ്ട് സാധിക്കും. ക്യാൻ ചേഞ്ച് the direction of a moving body. നാലാമത്തെ പോയിന്റ് can change the size of a body. അല്ലേ, size of the body, ബോഡിയുടെ സൈസ് ചേഞ്ച് ചെയ്യിക്കാൻ ഫോഴ്സും കൊണ്ട് സാധിക്കും. അഞ്ചാമത്തെ can change the shape of a body. ഷേപ്പ് ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കും അല്ലേ. can change the shape of a body. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഫോഴ്സിൻ്റെ എഴുതാൻ. എന്തൊക്കെയാണ്? can move a stationary object. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കി വെക്കാനും നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ബോഡി. മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഫോഴ്സും കൊണ്ട് സാധിക്കും. നാലാമത്തെ ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ സൈസ് ചേഞ്ച് ചെയ്യാം. അഞ്ചാമത്തെ ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എ ബോഡി. ബോഡിയുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും ഫോഴ്സും കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ പസിലിൽ ഇത്രയൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.